ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു അടപ്രഥമൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ലേശം വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം NSന്റെ അരിയടയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് നേക്ക വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചെടുക്കുക. തോനെ വിസിലടിക്കരുത്. എന്നിട്ട് അതൊരു കണ്ണാപ്പയിലേക്ക് എടുത്ത് വെള്ളം ഊറ്റി വെച്ച് ഒരു പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. കാരണം അടകൾ തങ്ങളിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതിനുശേഷം ഒരു ഉരുളിയിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് അതിനകത്ത് ഈ കഴുകി വെച്ചിരിക്കുന്ന അടയിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കിടന്ന് ചവ്വരി അങ്ങ് വെന്തോളും. അതിനുശേഷം തേങ്ങയുടെ രണ്ടാം പാലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ കിടന്നൊന്ന് വെന്ത് പറ്റി വരണം. അപ്പോഴത്തേക്ക് നമുക്ക് ഏലക്ക ഒന്ന് ചൂടാക്കി പൊടിച്ചതും നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ വറുത്തതും അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളക്കരുത്. അതല്ല, തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പശുവും പാൽ ഉപയോഗിക്കാം. പശുവും പാൽ രണ്ടാം പാലായിട്ട് നമുക്ക് 1 ലിറ്റർ പാലിൽ 1 ലിറ്ററോളം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നീട്ടി എടുത്ത് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് വെന്ത് പറ്റിയതിന് ശേഷം ഒന്നാം പാലായിട്ട് പശുവും പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിച്ച് വാങ്ങി വെക്കുക. ഇത് മധുരം ബാലൻസ് ചെയ്യേണ്ട ഒരു നുള്ളി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് അടപ്രഥമൻ. ഇനി ആരും പാടാന്ന് കരുതി ഉണ്ടാക്കാതൊന്നും ഇരിക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ കൂടെ എപ്പോഴും വേണം. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അതിനകത്ത് കിടക്കുന്ന ചൗവരിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക.